ഇനി കോഴിക്കോട്ടെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. കോഴിക്കോട് ടൗണിലെ ക്വാർട്ടേഴ്സ് കാലപ്പഴക്കമായി അതിങ്ങനെ കിടക്കുകയാണ്. എന്തായി അവസ്ഥ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കണം. കെട്ടിടത്തിന് അറ്റകുറ്റപ്പണിയൊന്നും നടക്കുന്നില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. പലരും പണം നൽകി കുടിവെള്ളം പോലും വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. പാവമണി ക്വാർട്ടേഴ്സിന്റെ നിലയും പരിതാപകരമാണ്. ആധുനിക കാലത്തിന് അനുസൃതമല്ല ക്വാർട്ടേഴ്സുകൾ എന്നാണ് ആക്ഷേപം. കോഴിക്കോട്ട് നിന്ന് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. എ കെ അഭിലാഷ്, നമ്മൾ ഇപ്പോൾ താലൂക്ക് ഓഫീസ്, സെക്രട്ടേറിയറ്റ്, ആശുപത്രി, ബസ് സ്റ്റാൻഡ് ഒക്കെ കടന്നാണ് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ക്വാർട്ടേഴ്സിലൊക്കെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് അവിടെ ഇനി പരിഹരിക്കേണ്ട പ്രശ്നമായി അഭിലാഷിന് കാണാൻ കഴിയുന്നത്? സുജിയ, നമ്മൾ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുകയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേനാംഗങ്ങൾ. അത് പലപ്പോഴും നമ്മളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ആ രീതിയിൽ തന്നെയാണ് ചെയ്യാറുമുള്ളത്. പക്ഷേ അവർ ജീവിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഈ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അവർ ജീവിക്കുന്ന സാഹചര്യം എത്രത്തോളം ദുരിതപൂർണ്ണമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു നിൽക്കുന്ന പല കെട്ടിടങ്ങളും പല ക്വാർട്ടേഴ്സുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് നമ്മൾ 4 ക്വാർട്ടേഴ്സുകളാണ് പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ടൗൺ ആയി ബന്ധപ്പെട്ടുള്ള ആ പോലീസ് സ്റ്റേഷനോട് അടുത്ത് നിൽക്കുന്ന ഈ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥിതിയാണ് ഏറ്റവും പരിതാപകരം എന്ന് വേണം പറയാൻ. കാരണം ഇതിൻ്റെ സീലിങ്ങുകൾ അടർന്നു വീഴുന്നു, അതോടൊപ്പം തന്നെ ചുമരുകളിൽ വലിയ തരത്തിലുള്ള മരങ്ങൾ വളർന്നിരിക്കുന്നു, അതോടൊപ്പം തന്നെ കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തരത്തിൽ ബാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും ഇപ്പോൾ കുടിവെള്ളം പുറത്തുനിന്ന് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. കോർപ്പറേഷൻ്റെ ഭാഗത്ത് വരുന്ന കുടിവെള്ളം പലപ്പോഴും കുടിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അമൃത് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ കുടിവെള്ളം എത്തിച്ചിരിക്കുന്നതെങ്കിൽ പോലും അത് പലപ്പോഴും കുടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്വാർട്ടേഴ്സിനകത്തേക്ക് നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പോയി ഇതൊന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനോ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് എന്താണ്, അവിടുത്തെ എത്രത്തോളം ദുരിതമാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് പുറം ലോകത്തേക്ക് പറയാനും ഇവർ മടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ പലരും നമ്മോട് തുറന്നു പറയുന്നെങ്കിൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ പോലും വരാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ഏതായാലും കോഴിക്കോട്ടെ ഈ ടൗൺ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് നമുക്ക് പാവമണി ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പുറം ഭാഗം, അതായത് ചുമരുകളൊക്കെ ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെ ഇതിൻ്റെ സീലിങ്ങുകളൊക്കെ അടർന്നു വീഴുന്നു എന്നാണ്. ഇപ്പോൾ പലരും ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പലരും സ്വന്തം നിലയിൽ തന്നെ ഇത് മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചിന്താവളപ്പിലെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 12 വർഷമെടുത്തു ആ ക്വാർട്ടേഴ്സിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ. അതിനുശേഷമാണ് ഇപ്പോൾ വിട്ടുകൊടുക്കുന്നത്. നടക്കാവിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ ക്വാർട്ടേഴ്സുകളുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് വർക്കിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ PWDക്ക് കൊടുക്കുന്ന ഫണ്ട് വിഹിതം വളരെ കുറഞ്ഞിരിക്കുന്നു. കിട്ടുന്ന പണത്തിന് മാത്രമാണ് ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുന്നതെന്നാണ്. ഏതായാലും 32, 45, 40 വർഷം പഴക്കമുള്ള ക്വാർട്ടേഴ്സുകളാണ് ഇപ്പോൾ പലതുമുള്ളത്. ഇത് ചിലത് കണ്ടം ചെയ്തിട്ടുണ്ട്, പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നല്ല രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് നമുക്ക് തീർത്തു പറയേണ്ടത് വരും. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങൾ, ഈ സീലിംഗ് അടർന്നു വീഴുന്നത് മൂലമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്വാർട്ടേഴ്സിനകത്ത് കഴിയുന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. സുജിയ, അവിടെയുള്ള ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. പുറത്തുനിന്നാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഉപയോഗശൂന്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴും അതിനൊരു പരിഹാരം കാണാനായിട്ടൊക്കെ ഇടപെടാമല്ലോ. അതായത് മറ്റുള്ളവരുടെയൊക്കെ ഇപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ജീവനും സ്വത്തിനും ഒക്കെ കാവലേകേണ്ടവർക്ക് അവരുടെ കെട്ടിടത്തിന് വേണ്ടി ഒന്ന് സംസാരിച്ചുകൂടെ? സംഘടനകളൊക്കെ ഉള്ളതാണല്ലോ. എന്തുകൊണ്ടാണ് ഇടപെടൽ ഉണ്ടാകാത്തത് അഭിലാഷ്? നമ്മൾ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടു. അവരോട് ഈ കാര്യങ്ങൾ ഒരു പ്രതികരണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ പറയുന്നത് പോലീസാണ് അത്തരത്തിലും കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ. കാരണം തങ്ങളുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത അവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അടക്കമുള്ള സാധ്യതകൾ, അത്തരമൊരു ഭയപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയത്ത് ക്യാമറയ്ക്ക് പുറത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. കാരണം അതിലെ ചുമരുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനോട് കൂടി ഇത് ചോദിക്കാം. കാരണം ഇങ്ങനെയുള്ള ക്വാർട്ടേഴ്സുകൾക്കൊക്കെ സുരക്ഷ ഒരുക്കുക, അവയുടെയൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ സമയാസമയങ്ങളിൽ നടക്കുന്നുണ്ടോ, സമയബന്ധിതമായി നടക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ഉറപ്പാക്കാനും ഒക്കെ അസോസിയേഷനും ഒരു ബാധ്യതയുണ്ടല്ലോ. കാരണം അവിടെ താമസിക്കുന്ന ആളുകളാണല്ലോ ഈ അസോസിയേഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം. താങ്ക് യു, എ കെ അഭിലാഷ്.